ഹായ് ഫുഡീസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 2 മാസം മുമ്പ് വരെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് നമുക്ക് വായിലിട്ടാൽ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന ഒരു മിൽക്ക് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് ആദ്യം തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ല ഉണങ്ങി വൃത്തിയായ ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കണം. 4 മുട്ടയും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഒരു ടീസ്പൂൺ തന്നെ ചേർക്കണം. കാരണം വൈറ്റ് കേക്ക് ആകുമ്പോൾ മുട്ടയുടെ ആ ഒരു ചെവ വരാതിരിക്കാൻ വാനില എസൻസ് ഈ പറഞ്ഞ അളവിൽ തന്നെ ചേർക്കണം. ഇനി ഒന്ന് പതഞ്ഞ് വന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ട് അടിക്കുക. ഇപ്പോൾ കേക്കെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഇതൊരു പ്രത്യേക രീതിയിൽ പ്രത്യേക ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുട്ട ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലോ ബട്ടറോ എന്തായാലും മതി. 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മുട്ട ഏകദേശം പതഞ്ഞ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് മൈദമാവാണ്. മൈദമാവ് എടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, കോൺഫ്ലവർ പൊടിയൊക്കെ ഇട്ട് നല്ല സ്പഞ്ചായിട്ട് വരുന്ന ഒരു കേക്കാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അരിപ്പ് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് കടഞ്ഞെടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ ആ ബാറ്ററിലേക്ക് ഈ മാവ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയുടെ ആ ഒരു പത ഒരുപാടങ്ങ് താന്നു പോവരുത്. അതിന് കുറേശ്ശെ മിക്സ് ചെയ്ത് എടുക്കണം. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ലിക്വിഡും കൂടെ ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കേക്ക് നല്ല സ്പോഞ്ച് ആവാൻ സഹായിക്കും കേട്ടോ. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് കേക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി നന്നായിട്ട് എണ്ണ തടവി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാത്രത്തിലേക്ക്, ഒരു കേക്ക് ടിന്നിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതേ ബാറ്റർ ഇതേ കട്ടിയിൽ വേണം ഒഴിക്കാൻ. ഒരുപാട് വെള്ളവും ആവരുത്, ഒരുപാട് കട്ടിയും ആവരുത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിൻ്റെ ലംസൊക്കെ പോകാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊരു ഓവനിൽ വെച്ചിട്ട് 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. നല്ല 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 സ്പോഞ്ചായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല 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 കോൺഫ്ലവർ എല്ലാം കൂടെ ഇട്ടപ്പോൾ നല്ല കേക്കായിട്ടുണ്ട് കേട്ടോ. കേക്ക് നന്നായിട്ട് കൂന്ന് കിട്ടാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്തതിന് ശേഷം കണ്ടൻസ് മിൽക്ക് ചേർക്കണം. അതും ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ഏകദേശം 3/4 പാകത്തോളം ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. എന്നിട്ട് പാലും വിപ്പിംഗ് ക്രീമും കണ്ടൻസ് മിൽക്കും ചേർന്ന ആ ഒരു ലിക്വിഡ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് നന്നായിട്ട് ഇത് കേക്കിലോട്ട് പിടിച്ചിറങ്ങണം.
നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഫുൾ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം സൈഡിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, മണ്ടയിൽ മാത്രം തേച്ച് ഒരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ട് സ്ട്രോബെറി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പം നല്ല തണുത്ത മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മിൽക്കും കൂടെ ചേർത്ത് വേണം ഇത് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. കേക്ക് നല്ല ലിക്വിഡി ആയിട്ടിരിക്കുകയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.